നമസ്കാരം. മെട്രോ നഗരത്തിരക്കിൽ ഒരു മുൻനിര നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ഒരു സിനിമാ കമ്പനി വിട്ടുകൊടുത്ത കാറിൽ ഹൈവേയിൽ ഒരു നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ക്രിമിനലുകൾക്ക് ആരും ഒന്നും തടസ്സമായില്ല. ഇന്നലെ തൃശൂരിനും കൊച്ചിക്കുമിടയിൽ സഞ്ചരിച്ച കാറിനുള്ളിൽ നിന്നുള്ള നിലവിളി ഒരു ഹൈവേ പോലീസും കേട്ടില്ല. കുടിലിൽ താമസിച്ച ജിഷയായാലും കൊട്ടാര സമാനമായ സാഹചര്യത്തിൽ കഴിയുന്ന സിനിമാ നടിയായാലും കേരളത്തിൽ ഒരു സ്ത്രീയെ കാത്തിരിക്കുന്നത് ഒരേ വിധിയാണെന്ന് ഞെട്ടലോടെ നമ്മൾ തിരിച്ചറിയണം. ജിഷ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതീകമായിരുന്നു. സ്ത്രീ സുരക്ഷ ഇടതു സർക്കാരിൻ്റെ മുദ്രാവാക്യമായിരുന്നു. പക്ഷേ രാഷ്ട്രീയക്കാരെ പേടിക്കേണ്ടെന്ന് ഉറപ്പുകൊടുത്ത് മുഖ്യമന്ത്രി സ്വതന്ത്രരാക്കിയ സ്വന്തം പോലീസ് സേന സ്ത്രീ സുരക്ഷയിൽ പിന്നെയും പരാജയപ്പെടുകയാണ്. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ആക്ഷൻ ഹീറോ ബിജുമാരെ നിറച്ചും പിങ്ക് പോലീസിനെ പ്രണയികളെ സദാചാരം പഠിപ്പിക്കാൻ നിയോഗിച്ചുമല്ല സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത്. സ്ത്രീ തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് പുല്ലുവില കൽപ്പിക്കുന്ന തൊഴിലുടമയും ഈ അവസരത്തിൽ ചോദ്യം ചെയ്യപ്പെടണം. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ജീവനക്കാരാക്കുകയും അർദ്ധരാത്രിയിലും അവർക്കൊപ്പം നടിമാരെയും വനിതാ ജീവനക്കാരെയും കയറ്റിവിടുകയും ചെയ്യുന്ന സിനിമാ കമ്പനിക്കാരും ക്രിമിനലുകൾ തന്നെയാണെന്ന് പറയേണ്ടി വരും. 6 ചോദ്യങ്ങൾ ഈ ചർച്ചയ്ക്ക് മുന്നോടിയായി സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നു. സ്ത്രീ സുരക്ഷ എന്ന സർക്കാരിൻ്റെ ഉറപ്പ് സംസ്ഥാനത്ത് സമ്പൂർണ്ണമായി തകർന്നു. 2, നഗരമധ്യത്തിൽ നടിയും ആക്രമിക്കപ്പെടുമ്പോൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് മറുപടി പറയാനുള്ള ബാധ്യത സർക്കാരിനില്ലേ? 3, ഒരു സിനിമാ കമ്പനി അർദ്ധരാത്രിയിൽ മുൻനിര നടിമാർക്ക് പോലും ഒരുക്കുന്ന സുരക്ഷ ക്രിമിനലുകളുടേതോ? 4, മോഷണവും പിടിച്ചുപറിയും മയക്കുമരുന്ന് കടത്തുമടക്കം 13 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പൾസർ സുനി എങ്ങനെ ഒരു പ്രമുഖ നടിയുടെ ഡ്രൈവറായി? 5, ഹെൽമറ്റ് ഇല്ലാത്തവരെ വേട്ടയാടാൻ കുംഭച്ചൂടിലും തളരാതെ വഴിനീളം നിൽക്കുന്ന ഹൈവേ പോലീസ് രാത്രിയിൽ എവിടെയായിരുന്നു? 6, കേരളത്തിലെ തൊഴിലിടങ്ങൾ ഇപ്പോഴും എന്തുകൊണ്ട് സ്ത്രീ സൗഹൃദാന്തരീക്ഷത്തിലുള്ളതല്ല? കോൺഗ്രസ് നേതാവും ചലച്ചിത്ര വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനുമായ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്ത ജെറോം, എഴുത്തുകാരി തനൂജ ഭട്ടതിരി, മുൻ SP ശ്രീ ജോർജ് ജോസഫ്, നടി ശ്രീമതി സോന നായർ എന്നിവർ നേരിട്ടും തിരക്കഥാകൃത്തും നടനുമായ ശ്രീ രഞ്ജി പണിക്കർ ഫോണിലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ഒരു ചെറിയ ഇടവേള.